ഹലോ ഓൾ, എല്ലാവർക്കും i+ന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിനി പ്ലാന്റ് ബ്രീഡിങ്ങിലെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാമല്ലേ, പ്ലാന്റ്സ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് മെയിൻലി 3 മെത്തേഡാണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്, അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്, ദെൻ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഉണ്ടല്ലേ. അപ്പോൾ നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനെ പറ്റിയാണ്. നമുക്ക് നോക്കാം എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. നമുക്കൊരു പ്ലാന്റ് നമ്മൾ വളരെ കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുന്ന, വളരെ എന്ന് വെച്ചാൽ ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ബേസാണ്. പ്ലാന്റ്സിന് വെജിറ്റേറ്റീവ് സ്ട്രക്ചറും ഉണ്ട്, റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും ഉണ്ട്. വെജിറ്റേറ്റീവ് സ്ട്രക്ചർ എന്തൊക്കെയാണ്? നമ്മുടെ ലീഫ്, റൂട്ട്, സ്റ്റെമ്മ്, ഇവയൊക്കെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ വെജിറ്റേറ്റീവ് സ്ട്രക്ചർ. ഇനി ബഡ്, ഫ്ലവർ, ഇവയ്ക്ക് എന്താണ്? റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ വളരെ കുഞ്ഞു ക്ലാസ്സുകളിൽ നമ്മളെ 2 കോളത്തിലാക്കി പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ ആ വെജിറ്റേറ്റീവ് സ്ട്രക്ചർ ഉപയോഗിച്ച് റീപ്രൊഡ്യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നെക്സ്റ്റ് ജനറേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ശ്രദ്ധിച്ചേ, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ കൺസിസ്റ്റ് ഓഫ് യൂസിങ് വെജിറ്റേറ്റീവ് സ്ട്രക്ചർ. വെജിറ്റേറ്റീവ് സ്ട്രക്ചറായിട്ടുള്ള സ്റ്റെമ്മ്, റൂട്ട്, ലീഫ് ഇവ ഉപയോഗിച്ചുകൊണ്ട് പ്രൊപ്പഗേഷൻ നടത്തുന്നതിനെയാണ് നമ്മൾ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? Stem, leaves and root contain buds or developed buds and roots grow into new individual. അപ്പോൾ ഇവയിൽ എന്ത് കാണും? വിച്ച് കണ്ടെയ്ൻ ബഡ്സ് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് ബഡ്സ് കാണും. അവ പുതിയൊരു ഇൻഡിവിജ്വൽ ആയിട്ട് അല്ലെങ്കിൽ പുതിയൊരു പ്ലാന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും. യൂസ്ഫുൾ ഇൻ റേസിങ് സെവറൽ കൊമേഴ്ഷ്യൽ ക്രോപ്സ് അല്ലേ. അപ്പോൾ ഇതൊരു വലിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെജിറ്റേറ്റീവ് പാർട്സ് ഉണ്ട് പ്ലാന്റ്സിൻ്റെ. ഈ പാർട്സ് ഡെവലപ്പ് ചെയ്തിട്ട് ന്യൂ ഇൻഡിവിജ്വൽ ആയിട്ട് മാറും. ക്ലിയർ അല്ലേ? വെജിറ്റേറ്റീവ് പാർട്സ് എന്ന് പറയുമ്പോൾ റൂട്ട്, ലീഫ്, സ്റ്റെമ്മ് ആണ് പ്ലാന്റിൻ്റെ മെയിൻലി വെജിറ്റേറ്റീവ് പാർട്ട് എന്ന് പറയുന്നത്. ഫ്ലവർ എപ്പോഴും ഒരു റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. നമ്മൾ ഫ്ലോറൽ അനാട്ടമി ഒക്കെ പഠിച്ചതാണ്. ഇപ്പോൾ ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് ക്ലാസ്സുകൾ നോക്കാം അല്ലേ. ഫ്ലോറൽ അനാട്ടമി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം. ഒബ്ജക്റ്റീവ് ഓഫ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അല്ലെ. ഇപ്പോൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻ മെനി ക്രോപ്സ് പ്രൊപ്പഗേറ്റഡ് ബൈ സീഡ്സ്, ഓഫ്സ്പ്രിങ്സ് ഡു നോട്ട് റിസംബിൾസ് പേരന്റ് പ്ലാന്റ് വിച്ച് പ്രൊഡ്യൂസ്ഡ് ദ സീഡ്സ്. ഇൻ മെനി ക്രോപ്പ് അല്ലെ, സീഡ് വഴി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പ്ലാന്റ്സ്, കൂടുതലും നമ്മൾ സീഡ് വഴിയൊക്കെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ സീഡ് വഴി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പ്ലാന്റ്സിൽ അല്ലേ, ഓഫ്സ്പ്രിങ്സ് ഡു നോട്ട് റിസംബിൾ പേരൻറ്റ്. ഓഫ്സ്പ്രിങ്സ് പേരൻറ്റിനെ പോലെ അങ്ങ് റിസംബിൾ ചെയ്യണം എന്നില്ല. സഡൻ വാല്യുബിൾ പ്ലാന്റ്സ് ദാറ്റ് പ്രൊഡ്യൂസ്ഡ് നോ സീഡ്സ് ക്യാൻ ബി എഫക്റ്റീവ്ലി പ്രൊപ്പഗേറ്റഡ്. അപ്പോൾ ഇനി സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാത്ത പ്ലാന്റ്സ് അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ചിന്തിക്കുക അല്ലേ. സീഡ്സ് വഴിയാണ് പ്രൊപ്പഗേഷൻസ് നടക്കുന്നത്, എന്നാൽ സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാത്ത പ്ലാന്റ്സ് ഉണ്ട്. സോ സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാത്ത പ്ലാന്റ്സ് എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യും? വെജിറ്റേറ്റീവ് മീൻസിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. സം പ്ലാന്റ്സ് പ്രൊഡ്യൂസ് സീഡ്സ് വിച്ച് ഡു നോട്ട് ജെർമിനേറ്റ് ഈസിലി. ഇനി ചില പ്ലാന്റ്സ് ആണെങ്കിൽ സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും, ബട്ട് അവ എന്ത് ചെയ്യില്ല? ജെർമിനേറ്റ് ചെയ്യില്ല. So some plants propagated vegetatively are more resistant to disease, can be used as propagules. Propagation method is very economical, valuable varieties can be easily propagated. അപ്പം ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യങ്ങളിലാണ് നമ്മുടെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിലേക്ക് പോകുന്നത്. ഒന്ന്, സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാത്ത പ്ലാന്റ്സ് വരുമ്പോൾ, ഇനി സീഡ്സ് ഈസിലി ജെർമിനേറ്റ് ചെയ്യാത്ത പ്ലാന്റ്സ് വരുമ്പോൾ ഒക്കെ നമ്മൾ എക്കണോമിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. Help to avoid or overcome the long juvenile period of shrubs and trees. For the maintenance of clones, promote combination of desirable clones. അപ്പോൾ നോക്കിയേ, ഹെൽപ്പ് ടു അവോയ്ഡ് ഓവർകം ദ ലോങ് ജുവനൈൽ പീരീഡ് ഓഫ് ഷർബ്സ് അല്ലേ. അപ്പോൾ ഒരു ചെറുപ്രായം അല്ലെങ്കിൽ ആ ഒരു ജുവനൈൽ പീരീഡ് ഉണ്ടല്ലോ പ്ലാന്റിൻ്റെ, അത് ഒരുപാട് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു സഹായിക്കുന്നുണ്ട്. നമ്മുടെ ഈ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ സഹായിക്കുന്നുണ്ട്. ഇനി ക്ലോൺസിൻ്റെ മെയിൻ്റെനൻസ് അല്ലേ, ഐഡൻറ്റിക്കൽ ഫോട്ടോകോപ്പീസ് ആണ് ക്ലോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്ലോൺസിൻ്റെ മെയിൻ്റെനൻസിന് കൺട്രോൾ അൺവാണ്ടഡ് വെജിറ്റേറ്റീവ് ഗ്രോത്ത് അല്ലേ. വെജിറ്റേറ്റീവ് ഇപ്പം നമ്മുടെ സ്റ്റെമ്മും അങ്ങനെയൊക്കെയുള്ളതൊക്കെ അൺവാണ്ടഡ് ആയിട്ട് ഗ്രോ ചെയ്ത് പോകുന്നത് നമുക്കിത് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അത് പ്ലാന്റ് ചെയ്യുക അല്ലേ. അപ്പം അങ്ങനെയുള്ള അൺവാണ്ടഡ് ഗ്രോത്ത് പ്രിവെൻറ്റ് ചെയ്യാം. യൂസ് ഓഫ് ഓൺലി ലിമിറ്റഡ് പ്ലാന്റ് പാർട്സ് പ്രാക്ടീസ്ഡ് ഡ്യൂറിങ് എനി ടൈം ഓഫ് ദി ഇയർ അല്ലേ. നമുക്ക് വളരെ ലിമിറ്റഡ് പാർട്സ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, അതുപോലെ നമുക്ക് ഏത് ടൈമിലും യൂസ് ചെയ്യാം അല്ലേ. ഇപ്പോൾ സീഡ് ആണെങ്കിൽ അത് സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടൈം കാണും അല്ലേ. ഇവിടെ ആണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല, നമുക്ക് ത്രൂ ഔട്ട് ദ ഇയറിൽ എപ്പോൾ വേണമെങ്കിലും ഈ വെജിറ്റേറ്റീവ് പാർട്സ് അവൈലബിൾ ആയിരിക്കും. നമുക്കത് യൂസ് ചെയ്തുകൊണ്ട് പുതിയ പ്ലാന്റ്സിനെ എന്ത് ചെയ്യാം,
പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ലിമിറ്റഡ് സ്പേസ് ന്യൂമറസ് പ്ലാന്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്, സക്സസ് റേറ്റ് ഈസ് വെരി ഹൈ അല്ലേ. അപ്പോൾ ഈ ഒരു ലിമിറ്റഡ് ടൈമാണ്, അതുപോലെ തന്നെ സക്സസ് റേറ്റ് ഇങ്ങനെ വഴിയുള്ള പ്രൊപ്പഗേഷനിലെ സക്സസ് റേറ്റും വളരെയധികം ഹൈ ആണ്. ഓക്കെ അല്ലേ? ഇനി ഓർഗൻസ് യൂസ്ഡ് ഇൻ പ്രൊപ്പഗേഷൻ. Asexual propagation involves reproduction from vegetative parts of plant, possible because vegetative organs of many plants have the ability for regeneration. അല്ലേ? അപ്പം asexual propagation involves reproduction from vegetative parts. ഇവിടെ മെയിൻലി എന്താണ്, വെജിറ്റേറ്റീവ് പാർട്സിൽ നിന്നും റീപ്രൊഡക്ഷൻ നടക്കുകയാണെന്നുള്ളതാണ് എയിം. സോ എന്താ, വെജിറ്റേറ്റീവ് ഓർഗൻസ് ഓഫ് മെനി പ്ലാന്റ്സ് ഹാവ് എബിലിറ്റി ഓഫ് റീജനറേഷൻ അല്ലേ. മിക്ക പ്ലാന്റ്സിൻ്റെയും ഈ വെജിറ്റേറ്റീവ് പാർട്സിന് റീജനറേഷൻ കപ്പാസിറ്റി ഉണ്ടായിരിക്കും. സോ അതിന് റീജനറേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടായിരിക്കും. സ്റ്റെം കട്ടിംഗ് ഹാവ് ദ എബിലിറ്റി ടു ഫോം അഡ്വൻറ്റീഷ്യസ് റൂട്ട്സ്. റൂട്ട് കട്ടിംഗ് ക്യാൻ റീജനറേറ്റ് എ ന്യൂ ഷൂട്ട് സിസ്റ്റം. So stem cutting have the ability to form adventitious root. Root cutting can regenerate a new shoot system. ലീവ്സ് ക്യാൻ, അതുപോലെ തന്നെ ലീവ്സ് ഇത് നമ്മൾ പറയുന്നത് വെജിറ്റേറ്റീവ് പാർട്ടായിട്ടുള്ള ലീഫ് ഉണ്ട് അല്ലേ. ബ്രയോഫിലം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ലീഫ് വഴി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പ്ലാന്റാണ് ബ്രയോഫിലം. സോ ലീഫ് ക്യാൻ റീജനറേറ്റ് ന്യൂ റൂട്ട്സ്, ഷൂട്ട്സ്. എ സ്റ്റെം ആൻഡ് റൂട്ട് ക്യാൻ ബി ഗ്രാഫ്റ്റഡ് ടുഗദർ ടു ഫോം എ കണ്ടിന്യൂവസ് വാസ്കുലാർ കണക്ഷൻ അല്ലേ. സ്റ്റെമ്മും റൂട്ടും കൂടി, അതായത് നമ്മൾ ചില സമയത്ത് നമ്മൾ റൂട്ടോട് കൂടി ആയിരിക്കും ചില പ്ലാന്റ്സ് എന്ത് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. സ്റ്റെമ്മും കാണും റൂട്ടും കാണും അല്ലേ. റോസ് ഒക്കെ സ്റ്റെമ്മാണ്, ബാക്കിയൊക്കെ നമ്മൾ മിക്കതും റൂട്ടോട് കൂടി തന്നെയാണ് എന്ത് ചെയ്യുന്നത്, പ്ലാന്റ് ചെയ്യുന്നത്. സം പ്ലാന്റ്സ് പ്രൊഡ്യൂസ് സർട്ടൺ സ്പെഷ്യലൈസ്ഡ് വെജിറ്റേറ്റീവ് സ്ട്രക്ചർ അല്ലേ. ഇനി നമ്മൾ പറഞ്ഞു വെജിറ്റേറ്റീവ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ലീവ്സ് ഉണ്ട്, റൂട്ടുണ്ട്, സ്റ്റെമ്മുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഇവയാണ് പ്ലാന്റ്സിൻ്റെ വെജിറ്റേറ്റീവ് സ്ട്രക്ചർ. എന്നാൽ ചില പ്ലാന്റ്സിൽ ചില certain specialized ആയിട്ടുള്ള വെജിറ്റേറ്റീവ് സ്ട്രക്ചർ ഉണ്ട്. ബൾബ്സ്, കോംസ്, ട്യൂബേഴ്സ്, റൈസോംസ്, ട്യൂബറസ് റൂട്ട്, pseudobulbs, etc. These organs are primarily modified plant parts specialized for food storage അല്ലേ. അപ്പോൾ ഇതെല്ലാം മോഡിഫൈഡ് പാർട്ടായിരിക്കും. ഇവിടെയൊക്കെ മെയിൻ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് സ്റ്റോറേജ് ആയിരിക്കും. ഈ ബൾബ്സ് ഒക്കെ നമുക്കറിയില്ലേ, അണ്ടർഗ്രൗണ്ടിൽ കാണപ്പെടുന്ന ഒരു കിഴങ്ങ് പോലത്തെ സംഭവമാണ്. അപ്പോൾ ഇതൊക്കെ എന്തായിരിക്കും, മെയിൻലി ഫുഡ് സ്റ്റോറേജ് ആണ് ഇവരുടെ ഒരു മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച്, വെജിറ്റേറ്റീവ് പാർട്സ് ഉപയോഗിച്ചുകൊണ്ട് പ്രൊപ്പഗേഷൻ നടക്കുന്നതിനെയാണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. വെജിറ്റേറ്റീവ് പാർട്ട് എന്ന് പറയുമ്പം ലീഫും റൂട്ടും സ്റ്റെമ്മും വരും. ഇത് മാത്രമല്ല സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചറായിട്ടുള്ള ബൾബ്സും, കോംസും, ട്യൂമേഴ്സും, റൈസോംസും, ട്യൂബറസ് റൂട്ട്സും ഒക്കെ എന്താണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനെ സഹായിക്കുന്നവയാണ്. ഇനി നാച്ചുറൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. Propagation by specialized vegetative structure, bulbs, combs, tubers, rhizomes, tuberous root and pseudobulbs അല്ലേ. ഇനി നമുക്ക് നാച്ചുറലി വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻസ് നടത്താം. എങ്ങനെയെന്ന് നോക്കാം അല്ലേ. ആർട്ടിഫിഷ്യലും ഉണ്ട്, നാച്ചുറലും ഉണ്ട്. സോ നാച്ചുറൽ നോക്കാം. പ്രൊപ്പഗേഷൻ ബൈ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള, നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞല്ലേ, ബൾബ്, കോംസ്, ട്യൂബേഴ്സ്, റൈസോംസ്, സ്യൂഡോബൾബ്സ്, ഇങ്ങനെയുള്ള സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് പ്രൊപ്പഗേഷൻസ് നടത്തുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, നാച്ചുറൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് വിളിക്കുന്നത്. പ്രൈമർലി മോഡിഫൈഡ് പ്ലാന്റ് പാർട്ട് സ്പെഷ്യലൈസ്ഡ് ഫോർ ഫുഡ് സ്റ്റോറേജ്. മെയിൻലി ഇവരുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഫുഡ് സ്റ്റോറേജ് ആണ്. In these herbaceous perennials should die off in the end of a growing season and the plant lives underground dormant as fleshy organs which bears bud to produce new shoot in the next season. ഇപ്പോൾ നമുക്ക് അറിയാം ചില പ്ലാന്റ്സ് ഒക്കെ, ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഏപ്രിൽ ലില്ലി എന്നൊക്കെ പറയുന്ന ഒരു പ്ലാന്റ് ഉണ്ട് അല്ലേ, കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ. ഓറഞ്ച് ഫ്ലവർ ഉള്ള ഒരു പ്ലാന്റാണ് ഈ ഏപ്രിൽ ലില്ലി. അത് മെയിൻലി ഏപ്രിൽ മാസങ്ങളിലാണ് അതെന്ത് ചെയ്യുന്നത്, പൂവിടുന്നത് അല്ലെങ്കിൽ ബ്ലൂം ചെയ്യുന്നത്. സോ ഈ പ്ലാന്റ് ഈ ഒരു ഏപ്രിൽ സീസൺ കഴിയുമ്പം അതിൻ്റെ ആ ഒരു സ്റ്റെം എന്ത് ചെയ്യുന്നു, ആ ഷൂട്ട് ഡൈ ആയി പോകുന്നു, ഡൈ ഓഫ് ആയി പോകും. ഷൂട്ട് അവിടെ കാണത്തില്ല, നമ്മൾ ആ പ്ലാന്റ് നോക്കുമ്പോൾ നമ്മൾ കാണത്തേ ഇല്ല. പക്ഷേ എന്താണ്, ആ ഒരു പ്ലേസിൽ അണ്ടർഗ്രൗണ്ടിൽ അതിൻ്റെ ആ ഒരു ഫ്ലഷി ഓർഗൻ അല്ലെങ്കിൽ ആ ഒരു ബഡ് അല്ലെങ്കിൽ ആ ഒരു ബൾബ് എന്ന് പറയുന്ന സംഭവം എന്ത് കാണും, അണ്ടർഗ്രൗണ്ടിൽ കാണും. നെക്സ്റ്റ് സീസൺ ആകുമ്പോൾ ഈ ബൾബിൽ നിന്ന് വീണ്ടും എന്ത് ചെയ്യും, ആ സ്റ്റെം വരുന്നു, ദെൻ പൂവ്, അവിടെ എഗെയിൻ ഫ്ലവർ ഉണ്ടാകുന്നു. അതാണ് ഏപ്രിൽ ലില്ലിയുടെ കേസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെയാണ് അതാണ് ഒരു നമ്മുടെ
നാച്ചുറൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. നമ്മളൊന്നും ചെയ്യുന്നതല്ല അല്ലേ, അത് കറക്റ്റ് ടൈം ആവുമ്പം വീണ്ടും ബ്ലൂം ചെയ്യുന്നു പോകുന്നു, ബ്ലൂം ചെയ്യുന്നു പോകുന്നു. Second function of this specialized organ is that of the vegetative reproduction. അല്ലേ, അപ്പോൾ ഫസ്റ്റ് പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ സ്പെഷ്യലൈസ്ഡ് ഓർഗൻസിൻ്റെ ഫുഡിൻ്റെ സ്റ്റോറേജ് ചെയ്യുകയാണ്. സെക്കൻഡ് ഫംഗ്ഷനാണ് വെജിറ്റേറ്റീവ് പ്രൊഡക്ഷൻ. പ്രൊപ്പഗേഷൻ പ്രൊസീജിയർ വിച്ച് യൂട്ടിലൈസ് ദ പ്രൊഡക്ഷൻ ഓഫ് നാച്ചുറലി ഡിറ്റാച്ചബിൾ സ്ട്രക്ചർ ലൈക്ക് ബൾബ്, കോംസ് എക്സെട്ര is called separation. When plant cut into section as is done in rhizome, stem, tubers, it's called division. അല്ലേ, അപ്പോൾ നമുക്ക് രണ്ട് തരമുണ്ട്. പ്രൊപ്പഗേഷൻ പ്രൊസീജിയർ വിച്ച് യൂട്ടിലൈസ് ദ പ്രൊഡക്ഷൻ ഓഫ് നാച്ചുറലി ഡിറ്റാച്ചബിൾ ആയിട്ടുള്ള, നാച്ചുറലി നമുക്ക് ഡിറ്റാച്ച് ചെയ്ത് കളയാൻ പറ്റുന്ന അല്ലെങ്കിൽ എടുത്ത് കളഞ്ഞ് പുതിയത് സൃഷ്ടിക്കുക, അല്ലെങ്കിൽ എന്താ ബൾബൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് പുതിയത് അതിൽ നിന്ന് തന്നെ പുതിയ പ്ലാന്റ് എന്ത് ചെയ്യുക, ഡിറ്റാച്ച് സെപ്പറേറ്റ് ചെയ്തിട്ട് പുതിയതുണ്ടാവും. അതിനെ നമ്മൾ സെപ്പറേഷൻ എന്ന് വിളിക്കുന്നു. ഇനി കട്ട് ചെയ്തിട്ട് നമ്മൾ വെക്കുകയാണല്ലേ, അതായത് സ്റ്റെമ്മും റൂട്ടും ഒക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഡിവിഷൻ. അത് കട്ട് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്ത് വീണ്ടും പുതിയ പ്ലാന്റ് ആയിട്ട് മാറും. അപ്പോൾ ഡിവിഷനുമുണ്ട് സെപ്പറേഷനും ഉണ്ട്. ഓക്കെ അല്ലേ. ഇനി ബൾബ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ, ഇനി ബൾബിനെ കുറിച്ച് നമുക്ക് പറയാം. പ്രൊഡ്യൂസ്ഡ് ബൈ മൊണോകോട്ട് പ്ലാന്റ്സ് അല്ലേ. ബൾബ് എന്ന് പറയുന്ന സംഭവം പ്രൊഡ്യൂസ് ചെയ്യുന്നത് മെയിൻലി മൊണോകോട്ട് പ്ലാന്റ്സ് ആണ്. ബൾബ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ മൊണോകോട്ട് പ്ലാന്റ്സ്. എന്തിനു വേണ്ടിയാണ്? ഫോർ സ്റ്റോറേജ് ആൻഡ് റീപ്രൊഡക്ഷന് അല്ലേ, മെയിൻലി ഫുഡിൻ്റെ സ്റ്റോറേജിനും പിന്നെ നമ്മുടെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനും. ഈ ബൾബ് കാണുന്നത് മൊണോകോട്ട് പ്ലാന്റിലായിരിക്കും. Consist of basal short fleshy stem axis bearing its apex a growing point enclosed by thicky fleshy scales. Outer scales are fleshy, contain reserved food materials. Inner ones are leaf-like, protecting growing point. Growing point in the axial of scales produce minute bulbs called bulblets. അപ്പോൾ ബൾബിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നോക്കിയേ. സ്പെഷ്യലൈസ്ഡ് ഓർഗൻ, ഈ സ്പെഷ്യലൈസ്ഡ് ഓർഗൻ കൺസിസ്റ്റ് ഓഫ് എ ബേസൽ ഷോർട്ട് ഫ്ലഷി ആയിട്ടുള്ളൊരു സ്റ്റെം ആക്സിസ് കാണും അല്ലേ, ഒരു മെയിൻ ആയിട്ടുള്ളൊരു സ്റ്റെം ആക്സിസ് കാണും. ഈ ആക്സിസിൽ എന്ത് കാണും? ആക്സിസ് ബിയറിംഗ് അറ്റ് ഇറ്റ്സ് അപ്പെക്സ് ഗ്രോയിങ് പോയിന്റ് എൻക്ലോസ്ഡ് ബൈ തിക്കി ഫ്ലഷി സ്കെയിൽസ് അല്ലേ, ഒരു തിക്കായിട്ടുള്ള ഫ്ലഷി സ്കെയിൽസ് കാണും. അതുപോലെ തന്നെ ഔട്ടർ സ്കെയിൽസ്, ഈ സ്കെയിൽസിൻ്റെ ഔട്ടർ പോർഷൻ എന്ന് പറയുന്നത് ഫ്ലഷി ആയിരിക്കും. റിസർവ് ഫുഡ് മെറ്റീരിയൽസ് കാണും. ഇന്നർ വൺസ് എന്ന് പറയുന്നത് ഗ്രോയിങ് പോയിൻറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഉള്ളതായിരിക്കും. ഗ്രോയിങ് പോയിൻറ്റ്സ് ഇൻ ആക്സിൽ, ഈ ഗ്രോയിങ് പോയിൻറ്റ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ബൾബ്സ് പ്രൊഡ്യൂസ് മിനിയേച്ചർ, ചെറിയ മിനിയേച്ചർ ഓഫ് ബൾബ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അതിനെ ബൾബിലെറ്റ്സ് എന്ന് വിളിക്കും. ക്ലിയർ ആണോ? അപ്പോൾ ആദ്യത്തെ നമ്മുടെ വെജിറ്റേറ്റീവ് റീപ്രൊഡ്യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ബൾബ്സ് എന്ന് പറയുന്നത്. ബൾബ്സിൻ്റെ പ്രൈമറി ഫംഗ്ഷന് ഫുഡിൻ്റെ സ്റ്റോറേജ് ആണ്. വേറൊരു ഫംഗ്ഷൻ കൂടെ ഉണ്ട്, എന്ത്? വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ആണ് ഫംഗ്ഷൻ. ഇത് മൊണോകോട്ട് പ്ലാന്റ്സിലാണ് മെയിൻലി പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ. ഇനി ഇതിന് ബേസൽ ഷോർട്ട് ഫ്ലഷി സ്റ്റെം ഉണ്ട്. ദാറ്റ് ആക്ട്സ് ബിയറിംഗ് എ ഗ്രോയിങ് പോയിന്റ്. അവിടെ ഒരു ഗ്രോയിങ് പോയിന്റ് കാണും. ദിസ് ഗ്രോയിങ് പോയിന്റ് ഈസ് എൻക്ലോസ്ഡ് വിത്ത് എ ഫ്ലഷി സ്കെയിൽസ് കൊണ്ട് എൻക്ലോസ്ഡ് ആയിരിക്കും. അതിൻ്റെ ഔട്ടർ സ്കെയിൽസ് അല്ലേ, ഇതിൻ്റെ ഔട്ടർ സ്കെയിൽസ് എടുക്കുകയാണെങ്കിൽ ഫ്ലഷിയാണ്, ഫുഡ് സ്റ്റോറേജ് ആണ്. ഇന്നറിലാണെങ്കിലോ ഈ ഗ്രോയിങ് പോയിന്റ് പ്രൊട്ടക്റ്റ് ചെയ്യും. ഈ ഗ്രോയിങ് പോയിന്റ് ആണെങ്കിൽ കുറേ ബൾബ് ലൈക്ക് അല്ലെങ്കിൽ മിനിയേച്ചർ ബൾബ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അതിനെ നമ്മൾ ബൾബിലെറ്റ്സ് എന്ന് വിളിക്കും. ക്ലിയർ അല്ലേ? ഇതാണ് ഒന്നാമത്തെ മെത്തേഡ്. നമുക്ക് അടുത്ത സ്പെഷ്യലൈസ്ഡ് നോക്കാം. ഇതൊക്കെ നാച്ചുറൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആണ് കേട്ടോ. ബൾബിലെറ്റ്സ് ഫോംഡ് എബോവ് ഗ്രൗണ്ട് ആർ കോൾഡ് ബൾബിൽസ്. ബിഗിനിങ് ഓഫ് ഗ്രോത്ത് പീരീഡ് അഡ്വൻറ്റീഷ്യസ് റൂട്ട് ഡെവലപ്ഡ് ബോട്ടം ഓഫ് ബേസൽ പ്ലേറ്റ്സ് അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലില്ലി, എലിയൻ, നമ്മുടെ ഒനിയന്, ഗാർലിക്ക് ഇങ്ങനെയുള്ള സ്പീഷീസ് എല്ലാം ബൾബ്സ് വഴി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ വെജിറ്റേറ്റീവ്ലി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പ്ലാന്റ്സ് ആണ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് കോംസ്. സ്വോളൻ ബേസ് ഓഫ് എ സ്റ്റെം ആക്സിസ് അല്ലേ, സ്റ്റെമ്മിൻ്റെ ആക്സിസിൽ ഇതും ഏകദേശം ഒരു നമ്മുടെ ബൾബ്സ് പോലെ തന്നെയാണ് കേട്ടോ. സോളനായിട്ടുള്ളൊരു ബേസ് ആക്സിസ് ആണ്. എൻക്ലോസ്ഡ് ബൈ ഡ്രൈ സ്കെയിൽ ലീവ്സ്, സോളിഡ് സ്റ്റെം സ്ട്രക്ചർ വിത്ത് നോഡ്സ് ആൻഡ് ഇൻ്റർനോഡ്സ് അല്ലേ. നമ്മുടെ കോംസിൽ നോഡ്സും ഇൻ്റർനോഡ്സും പ്രസൻ്റ് ആണ്. ബൾക്ക് ഓഫ് കോൺ ഈ സ്റ്റോറേജ് ടിഷ്യൂ കമ്പോസ്ഡ് ഓഫ് പാരൻകൈമ. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞു ഈ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേഴ്സിൻ്റെ എല്ലാം മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഫുഡിൻ്റെ സ്റ്റോറേജ് ആണ്. സോ ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി കമ്പോസ്ഡ് ഓഫ് പാരൻകൈമ, സ്റ്റോറേജ് ടിഷ്യൂ സെൽസ് ആയിട്ടുള്ള പാരൻകൈമ കൊണ്ടാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പെക്സ് ഓഫ് കോമ ടെർമിനൽ ഷൂട്ട് ബഡ് ഡെവലപ്പ് ഇൻ ടു ലീവ്സ് ആൻഡ് ഫ്ലവറിങ് ഷൂട്ട് അല്ലേ.
ഇപ്പോൾ ഈ കോമിൻ്റെ എപ്പെക്സ് എന്ന് പറയുന്നത് ടെർമിനൽ ഷൂട്ട് ബഡ് കാണും. ഇതാണ് ലീഫായിട്ടും ഫ്ലവറിംഗ് ആയിട്ടും മാറുന്നത്. ആക്സിലറി ബഡ്സ് ഉണ്ട്, ദാറ്റ് പ്രൊഡ്യൂസസ് നോട്ട്സ്. അഡ്വൻറ്റീഷ്യസ് റൂട്ട് പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ ബേസ്. ഈ കോമിൻ്റെ ബേസിലായിട്ട് അഡ്വൻറ്റീഷ്യസ് റൂട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ കൊളക്കേഷ്യ, ഗ്ലാഡിയസും ഒക്കെ ഈ കോംസ് വഴി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ്സ് ആണ്. ക്ലിയർ ആയോ? കോംസ് വഴി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ്സിനെ കുറിച്ച് ക്ലിയർ ആയല്ലോ. ഇപ്പോൾ നമ്മൾ ബൾബ്സ് പഠിച്ചു, കോംസ് പഠിച്ചു. കോംസിൻ്റെ പ്രത്യേകതകൾ മനസ്സിലായല്ലോ. എക്സാമ്പിൾസ് ഓർത്തിരിക്കുക കേട്ടോ. നെക്സ്റ്റ് ട്യൂബേഴ്സ്. അടുത്ത എന്താണ്? ട്യൂബേഴ്സ്. സ്റ്റോറേജ് ഓർ എ പ്രൊപ്പഗേറ്റീവ് ഓർഗൻ പ്രൊഡ്യൂസ്ഡ് ഇൻ വൺ ഗ്രോയിങ് സീസൺ. ഇതെന്താണ്? ഓൾറെഡി ട്യൂബേഴ്സ് എന്ന് പറഞ്ഞാലും ഫുഡിൻ്റെ സ്റ്റോറേജിന്, അതുപോലെ തന്നെ പ്രൊപ്പഗേറ്റീവ് ഓർഗൻസ് ആണ്, പ്രൊഡ്യൂസ്ഡ് ഇൻ വൺ ഗ്രോയിങ് സീസൺ അല്ലേ. റിമൈനിങ് ഡോമൻ ആൻഡ് സ്റ്റാർട്ട്സ് ന്യൂ ഗ്രോത്ത് പ്രൊഡ്യൂസിങ് ന്യൂ ഷൂട്ട്സ്. മോഡിഫൈഡ് സ്റ്റെം ഡെവലപ്ഡ് ബിലോ ഗ്രൗണ്ട് ബൈ സ്വെല്ലിംഗ് ഓഫ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം അല്ലേ. ഈ ട്യൂബേഴ്സ് എന്താണ്? സെയിം നമ്മുടെ ബൾബ്സ് പറഞ്ഞതുപോലൊക്കെ തന്നെയുള്ള ഫങ്ഷനാണ്. ഇവിടെയും എന്ത് ചെയ്യുന്നു? റിമെയിൻ ഡോർമെൻറ്റ് ആൻഡ് സ്റ്റാർട്ട് എ ന്യൂ ഗ്രോത്ത് പ്രൊഡ്യൂസിങ്. ന്യൂ ഷൂട്ട്സ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് അവിടെ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ട്യൂബർ ഹാസ് ഓൾ പാർട്ട് ഓഫ് എ ടിപ്പിക്കൽ സ്റ്റെം. ഒരു ടിപ്പിക്കൽ സ്റ്റെമ്മിനുള്ള എല്ലാ പാർട്ടും ആർക്കും കാണും? ട്യൂബേഴ്സും കാണും. നോട്ട്സ് റെപ്രസെൻറ്റഡ് ബൈ ഐ ഓൺ ദ സർഫസ് കൺസിസ്റ്റിംഗ് ഓഫ് വൺ സെവറൽ സ്മോൾ ബഡ്സ് പ്രൊട്ടക്റ്റഡ് ബൈ ലീഫ് സ്കാർ. അങ്ങനെ ഒരു സ്റ്റെമ്മിനുള്ള എല്ലാ പാർട്ടും ആർക്കും കാണും? നമ്മുടെ ട്യൂബേഴ്സിനും കാണും. മെയിൻലി ട്യൂബേഴ്സിൻ്റെ ഫംഗ്ഷനും ബാക്കിയുള്ളതുപോലെ തന്നെ ഫുഡിനെ സ്റ്റോർ ചെയ്ത് വെക്കുക, പ്രൊപ്പഗേഷൻസ് നടത്തുക. Division of tubers are done with sharp knife before planting. When adventitious roots are initiated, buds grow out to produce new plants. അപ്പോൾ നമ്മുടെ ഈ ട്യൂബേഴ്സ് അല്ലേ, അത് പൊട്ടറ്റോ ആണ് അല്ലേ. നമ്മളൊരു ഷാർപ്പ് നൈഫൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് റിമൂവ് ചെയ്ത് ട്യൂബേഴ്സ് റിമൂവ് ചെയ്തെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്ലാന്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ പൊട്ടറ്റോ ആണ്. പൊട്ടറ്റോ ട്യൂബർ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ പൊട്ടറ്റോസ് ട്യൂബേഴ്സ് വഴിയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒനിയനൊക്കെ നമ്മൾ പറഞ്ഞു, ഒനിയനൊക്കെ ബൾബ് വഴിയാണ്. കൊളക്കേഷ്യ നമ്മൾ കോംസ് വഴിയാണെന്ന് പറഞ്ഞു. ആൻഡ് ലേറ്റർ പൊട്ടറ്റോ ആഡ്. നെക്സ്റ്റ് റൈസോംസ്. Specialized stem structure in which main axis grows horizontally just below ground surface. ഇവിടെ നോക്കിയേ, സ്പെഷ്യലൈസ്ഡ് സ്റ്റെം സ്ട്രക്ചർ ആണ്. മെയിൻ ആക്സിസ് ഉണ്ടല്ലേ, ഗ്രോ ഹൊറിസോണ്ടലി ജസ്റ്റ് ബിലോ, ഗ്രൗണ്ട് സർഫസിന് ജസ്റ്റ് ബിലോ ആയിട്ട് ഹൊറിസോണ്ടലി ആയിരിക്കും ഇവ ഗ്രോ ചെയ്യുന്നത്. അപ്പോൾ ഈ സെഗ്മെന്റഡ് ആൻഡ് ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് നോട്ട്സ് ആൻഡ് ഇന്റർനോട്ട്സ് അല്ലേ. നോട്ട്സും ഉണ്ടായിരിക്കും, ഇന്റർനോട്ട്സും കാണും. Leaf-like sheath is attached at each nodes, enclosing the stem, expand to form foliage leaves. When leaves and sheath disintegrate, a scar is left, and nodes and give segmented appearance to rhizome. For turmeric, നമ്മുടെ ജിഞ്ചറും ടർമറിക്കും ഒക്കെയാണ് റൈസോംസ് വഴി റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. റൈസോംസിൻ്റെ പ്രത്യേകത നോക്കിയാൽ ലീഫ് ലൈക്ക് ഷീത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈച്ച് നോഡ് ഈസ് എൻക്ലോസിങ് ഇൻ ദ സ്റ്റെം അല്ലേ, നോഡ് എൻക്ലോസിങ് ആണ്. അതുപോലെ തന്നെ ഫൊളിയേജ് ലീഫിൻ്റെ പ്രസൻസും ഉണ്ട്. വെൻ ലീഫ് ആൻഡ് ലീഫ് അല്ലെങ്കിൽ ലീഫ് ഷീത്ത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകുമ്പോൾ ആ ലീഫ് കൊഴിഞ്ഞു പോയ ഭാഗത്തൊരു പാടായിട്ട് ലീഫ് സ്കാർസ് പ്രസൻ്റ് ആയിരിക്കും അല്ലേ. ഫോർ എക്സാമ്പിൾ ടർമറിക്കും ജിഞ്ചറും ആണ്. അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള റീപ്രൊഡക്ഷൻ അല്ലേ, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനിൽ തന്നെ നാച്ചുറൽ റീപ്രൊഡക്ഷൻ ആണ് പഠിക്കുന്നത്. നാച്ചുറൽ റീപ്രൊഡക്ഷൻ മെയിൻലി സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഈ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചറാണ് കോംസ്, ട്യൂബേഴ്സ്, ബൾബ്സ്, റൈസോംസ്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് നോക്കാം, ഇതിൻ്റെ ബാക്കി നോക്കാം. ഇനി ട്യൂബറസ് റൂട്ട്. നെക്സ്റ്റ് ആണ് എന്ത്? ട്യൂബറസ് റൂട്ട്. തിക് ട്യൂബറസ് റൂട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ thick tuberous root produced by certain perennials have internal and external feature of typical root. ഈ tuberous root എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പെരിനിയൽ പ്ലാന്റ്സുകൾ ട്യൂബറസ് റൂട്ട് പ്രൊഡ്യൂസ് ചെയ്യും, വിച്ച് ഈസ് വെരി മച്ച് സിമിലർ ടു നമ്മുടെ സാധാരണ റൂട്ടുമായിട്ട് വളരെയധികം സിമിലാരിറ്റീസ് ഉണ്ട്. ഡിഫർ ഫ്രം സ്റ്റെം ട്യൂബേഴ്സ് ഇൻ ദാറ്റ് ദി ലാക്ക് നോട്ട്സ്. ഇപ്പോൾ ഈ ട്യൂബറുമായിട്ടുള്ളൊരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ട്യൂബറസ് റൂട്ടിലേക്ക് വരുമ്പോൾ ദി ലാക്ക് നോട്ട്സ് ആൻഡ് ഇന്റർനോട്ട്സ് കാണില്ല. ബഡ്സ് ആർ ഫോംഡ് ഓൺലി അറ്റ് ദ ക്രൗൺ ആൻഡ് ന്യൂ റൂട്ട്സ് അറ്റ് ദ ഓപ്പോസിറ്റ് എൻഡ്സ് അല്ലേ. അപ്പം ബഡ്സ് എന്ത് ചെയ്യുന്നു? ഓൺലി അറ്റ് ദ
ക്രൗൺ ആൻഡ് ന്യൂ റൂട്ട് ഓപ്പോസിറ്റ് എൻഡിലുമായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മെയിൻലി സ്വീറ്റ് പൊട്ടറ്റോയിലും ഡാലിയയിലും ഒക്കെയാണ് ഈ ഒരു ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ കാണുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കിയാൽ റണ്ണേഴ്സ്. എല്ലാത്തിനും ഇതിൽ പിക്ചേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് പിക്ചർ വെച്ചിട്ട് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണാം എന്നല്ലാണ്ട് അതിനകത്ത് വലിയ പ്രയോജനം ഇല്ലാത്തതുകൊണ്ടാണ് എല്ലാത്തിൻ്റെയും പിക്ചർ ഉൾപ്പെടുത്താത്തത്. ബാക്കിയൊക്കെ പറഞ്ഞതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം. റണ്ണേഴ്സ് അറിയാവുന്നതാണെങ്കിലും ആ ഒരു ഇത് കൊടുത്തതാണ്. ഇതിൽ നിന്നും ഡോട്ടർ പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ ഇങ്ങനെ ഈ ഒരു സ്റ്റെമ്മ് അണ്ടർഗ്രൗണ്ട് അല്ലെങ്കിൽ സ്റ്റെമ്മ് പോലൊരു സ്ട്രക്ചർ, അതിലൊരു എക്സ്റ്റൻഷൻ വന്നിട്ട് അതിനകത്ത് നിന്ന് പുതിയൊരു ഡോട്ടർ പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യും. സോ റണ്ണേഴ്സ്. സ്പെഷ്യലൈസ്ഡ്. ഓക്കെ, റണ്ണേഴ്സ് എന്ന് പറയുമ്പോൾ സ്പെഷ്യലൈസ്ഡ് സ്റ്റെം ആണ്. ഡെവലപ്പർ ഫ്രം ആക്സിൽ ഓഫ് ലീഫ് അറ്റ് ദ ക്രൗൺ ഓഫ് എ പ്ലാന്റ് അല്ലേ. ആക്സിൽ ഓഫ് എ ലീഫ് നിന്നാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. ഗ്രോ ഹൊറിസോണ്ടലി എലോങ് ദി ഗ്രൗണ്ട് ആൻഡ് ഫോം എ ന്യൂ പ്ലാന്റ്. ഗ്രൗണ്ടിന് ഹൊറിസോണ്ടലി ഗ്രോ ചെയ്യുകയും അതെന്തായിട്ട് മാറുകയും ചെയ്യുന്നു? ന്യൂ പ്ലാന്റ് ആയിട്ട് മാറുകയും ചെയ്യുന്നു അല്ലേ. മെയിൻലി സ്ട്രോബെറീസിലാണ് ഈ ഒരു റണ്ണേഴ്സ് വഴി റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരു പിക്ചർ കണ്ടപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയാലും ഇനി മറക്കില്ലല്ലോ. സ്ട്രോബെറി എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ട്രോബെറി കിടക്കുന്നുണ്ടോ? ഈ സ്ട്രോബെറി പ്ലാന്റിൽ മെയിൻലി പ്രൊപ്പഗേഷൻസ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനാണ്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനിൽ തന്നെ നാച്ചുറൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനാണ്. നാച്ചുറൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനിൽ തന്നെ ഏത് സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ ഉപയോഗിച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റണ്ണർ അല്ലെങ്കിൽ സ്റ്റോളൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ആ ഒരു സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവയിൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ശ്രദ്ധിച്ചേ, പ്രത്യേകത എന്താണ്? സ്പെഷ്യലൈസ്ഡ് സ്റ്റെം ആണല്ലേ. സ്റ്റെമ്മ് പോലത്തെ തന്നെ സ്ട്രക്ചറാണ്. ഇത് ഇവിടെ സ്റ്റെമ്മ് കണ്ടോ? ആ സ്റ്റെമ്മ് പോലെ തന്നെ ഇരിക്കുന്ന സ്ട്രക്ചറാണ്. പക്ഷേ ഗ്രൗണ്ടിന് ഹൊറിസോണ്ടലി ആയിരിക്കും അവ ഗ്രോ ചെയ്യുന്നതെന്നേ ഉള്ളൂ. എന്നിട്ട് അവ ഒരു പുതിയ പ്ലാന്റായിട്ട് ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ഇത് കഴിയുമ്പം ഇത് അതിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഈ റണ്ണറിൽ ഇപ്പം നമുക്ക് റണ്ണറുമായിട്ട് ജോയിൻ ചെയ്താണ് നിൽക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ റണ്ണറിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തിട്ട് അതിനെ പുതിയൊരു പ്ലാന്റായിട്ട് ഗ്രോ ചെയ്യിപ്പിക്കുകയാണ് മെയിൻലി ചെയ്യാറുള്ളത്. ക്ലിയർ അല്ലേ? അപ്പം നമ്മുടെ റണ്ണേഴ്സ് അടുത്ത ഒരു മെത്തേഡാണ്. അപ്പോൾ ഇത് മാത്രമല്ല, ഇനിയും വേറെ കുറച്ച് മെത്തേഡുകളും ഉണ്ട്. അതും കൂടി ആകുമ്പോഴേ എന്താവത്തുള്ളൂ? നമ്മുടെ ഈ ഒരു നാച്ചുറൽ ആയിട്ടുള്ള വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആവുകയുള്ളൂ. നമുക്ക് ആ മെത്തേഡ്സ് നോക്കാം. നോക്കി, ആദ്യം നമ്മളിവിടെ പറഞ്ഞ സ്റ്റോളൻസ് അല്ലേ. സ്റ്റോളൻസും റണ്ണേഴ്സും ഏകദേശം സിമിലർ സംഭവം തന്നെയാണ് കേട്ടോ. സ്റ്റോളൻസ് ഉണ്ട്, ഓഫ്സെറ്റ് ഉണ്ട്, സക്കേഴ്സ് ഉണ്ട്. ഇവ മൂന്നും അടുത്ത കുറച്ച് സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേഴ്സാണ്. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞ ആൾക്കാരെ കൂടാതെ ഇവർ 3 പേരും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു നാച്ചുറൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനിൽ ഉൾപ്പെടുന്നുണ്ട്. നോക്കാം. സ്റ്റോളൻസ് ഹൊറിസോണ്ടലി ഗ്രോയിങ് സ്റ്റെം അല്ലേ. നമ്മൾ പറഞ്ഞ സെയിം സംഭവം തന്നെ. പ്രൊഡ്യൂസ് അഡ്വൻറ്റീഷ്യസ് റൂട്ട്. ഇതെന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? പക്ഷേ അഡ്വൻറ്റീഷ്യസ് റൂട്ട് പ്രൊഡ്യൂസ് ചെയ്യും. സോയിലുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഇതിപ്പോൾ പ്ലാന്റ് ആണ്. പ്ലാന്റ് ഈ പ്ലാന്റിൽ നിന്നും ഹൊറിസോണ്ടലി ഗ്രോ ചെയ്യും. ഇത് സോയിലുമായിട്ട് ടച്ച് വരുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇങ്ങനെ അഡ്വൻറ്റീഷ്യസ് ആയിട്ടുള്ള റൂട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. സോ ഇതിന് എക്സാമ്പിളാണ് നമ്മുടെ സിനാഡോൺ അല്ലേ. സൈനാഡോൺ അല്ലെങ്കിൽ സിനാഡോൺ ആണ് സ്റ്റോളൻസ് വഴി റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിന് എക്സാമ്പിൾ. നെക്സ്റ്റ് ഓക്കെ, ഓഫ്സെറ്റ്. Lateral shoots of branches shortened and thick with a rosette-like appearance which developed from main stem. മെയിൻ സ്റ്റെമ്മിൽ നിന്നും ഡെവലപ്പ് ചെയ്യുന്ന ഒരു ലാറ്ററൽ ബ്രാഞ്ചിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഓഫ്സെറ്റ് എന്ന് വിളിക്കുന്നത്. റിമൂവ്ഡ് ബൈ കട്ടിങ് ദം ക്ലോസ് ടു മെയിൻ സ്റ്റെം അല്ലേ. അത് മെയിൻ സ്റ്റെമ്മിൽ നിന്ന്, അതായത് മെയിൻ സ്റ്റെമ്മിൽ നിന്ന് തന്നെ ഉള്ളൊരു ലാറ്ററൽ ബ്രാഞ്ചസ് ആണ് അല്ലേ. ഈ ലാറ്ററൽ ബ്രാഞ്ചസ് ഒരു റൊസെറ്റ് അപ്പിയറൻസിലുള്ള ഒരു ലാറ്ററൽ ബ്രാഞ്ചാണ്. അറ്റ് മെച്യൂരിറ്റി എത്തുന്ന സമയത്ത് അതിനെ എന്ത് ചെയ്യുന്നു? മെയിൻ സ്റ്റെമ്മിന് ക്ലോസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് പുതിയ പ്ലാന്റ് ആയിട്ട് മാറ്റും. അതിന് എക്സാമ്പിളാണ് നമ്മുടെ ഡേറ്റ് പാമും പൈനാപ്പിളും ഒക്കെ. ക്ലിയർ ആയ? ഡേറ്റ് പാമിലും പൈനാപ്പിളിലും ഒക്കെ ഇപ്പോൾ എങ്ങനെയാണ് റീപ്രൊഡക്ഷൻ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ്സെറ്റ് യൂസ് ചെയ്തിട്ടായിരിക്കും റീപ്രൊഡക്ഷൻ മെയിൻലി നടക്കുന്നത്. ക്ലിയർ അല്ലേ? ഒന്നും കൂടി പറയാം. സ്റ്റോളൻസ് എവിടെയാണ്? സിനാഡോണിൽ. സ്റ്റോളൻസും നമ്മുടെ കുറച്ച് മുമ്പ് പറഞ്ഞ എന്തായിരുന്നു? സ്ട്രോബെറിയിൽ നമ്മൾ റണ്ണേഴ്സ് പറഞ്ഞു അല്ലേ. രണ്ടും ഏകദേശം സിമിലറാണ്. ഇനി സക്കേഴ്സ് ഉണ്ടല്ലേ. ഷൂട്ട് വിച്ച് എറൈസസ് ഓൺ ദ പ്ലാന്റ് ഫ്രം ബിലോ ഗ്രൗണ്ട്.
സക്കേഴ്സ് അടുത്തൊരു ടൈപ്പാണ്. ഇതും എന്താണ്? ഷൂട്ട് ടൈപ്പാണ് അല്ലേ. വിച്ച് അറൈസ് ഓൺ എ പ്ലാന്റ് ഫ്രം ബിലോ ഗ്രൗണ്ട്. ഗ്രൗണ്ടിന് താഴെയിൽ നിന്നും അറൈസ് ചെയ്യുന്ന ഷൂട്ടാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ സക്കേഴ്സ് എന്ന് പറയുന്നത്. ഫ്രം ആൻ അഡ്വൻറ്റേഷ്യസ് ബഡ് ഓൺ എ റൂട്ട്, ഡഗ് ഔട്ട് ആൻഡ് കട്ട് ഫ്രം ദ പേരൻ്റൽ പ്ലാന്റ് സെപ്പറേഷൻ അല്ലേ. മെയിൻലി എന്നിട്ട് ഇത് എന്ത് ചെയ്യുന്നു? ഒരു ഡെവലപ്പായി കഴിയുമ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ട് ന്യൂ പ്ലാന്റായിട്ട് എന്ത് ചെയ്യുന്നു? വളർത്തിയെടുക്കുന്നു. അതിന് എക്സാമ്പിളാണ് നമ്മുടെ മുരയ്യ എക്സോട്ടിക്ക അല്ലെങ്കിൽ കറി ലീഫ്, കറിവേപ്പില എന്നൊക്കെ പറയുന്ന പ്ലാന്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയാണ്. അല്ലെങ്കിൽ അതിൻ്റെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയാണ്. ഈ ഒരു മെത്തേഡ്, അതായത് സക്കേഴ്സ് യൂസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് പ്ലാന്റ്സിലെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനെ കുറിച്ചാണ്. എന്തായിരുന്നു വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്ലാന്റ്സിന് 2 പാർട്ടുകളുണ്ട്. വെജിറ്റേറ്റീവ് പാർട്ടുമുണ്ട്, റീപ്രൊഡക്റ്റീവ് പാർട്ടുമുണ്ട്. അതിൽ വെജിറ്റേറ്റീവ് പാർട്ടായിട്ടുള്ള സ്റ്റെമ്മ്, ലീഫ്, റൂട്ട് ഇവ ഉപയോഗിച്ചുകൊണ്ട് പ്രൊപ്പഗേഷൻ നടത്തുക അല്ലെങ്കിൽ നെക്സ്റ്റ് ജനറേഷനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ എയിംസും കാര്യങ്ങളും ഒക്കെ നമ്മൾ നോക്കി. ഇനി വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നമുക്ക് 2 രീതിയിൽ ഡിവൈഡ് ചെയ്യാം. ഒന്ന് നാച്ചുറലി നടക്കുന്ന വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനും ഒന്ന് ആർട്ടിഫിഷ്യൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനും. അതിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് നാച്ചുറൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആയിരുന്നു. നാച്ചുറൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ, അതായത് നമ്മൾ പറഞ്ഞ ഈ വെജിറ്റേറ്റീവ് സ്ട്രക്ചറായിട്ടുള്ള ലീഫും റൂട്ടും സ്റ്റെമ്മും ഒന്നും അല്ലാതെ പ്ലാന്റ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്? ചില സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മെയിൻലി ഈ സ്ട്രക്ചറുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫുഡ് സ്റ്റോറേജ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഇത് കൂടാതെ അതിനൊരു ഫംഗ്ഷനോടുണ്ട്, പ്രൊപ്പഗേഷനാണ്. അങ്ങനെയുള്ള മെയിൻ വെജിറ്റേറ്റീവ് സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേഴ്സ് ആയിരുന്നു നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന. ഫസ്റ്റ് വൺ ബൾബ്സ് ആയിരുന്നു അല്ലേ. ആദ്യം നമ്മൾ ബൾബ്സ് ആണ് പറഞ്ഞത്. ബൾബ്സിൻ്റെ എക്സാമ്പിൾ ലില്ലീസിലൊക്കെയാണ് ബൾബ്സ് വഴി പ്രൊപ്പഗേഷൻ നടക്കുന്നത്. അതിനുശേഷം കോംസ് പറഞ്ഞു. കോംസ് ഗ്ലാഡിയസ് പ്ലാന്റിലൊക്കെയാണ്. ദെൻ ട്യൂബേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ട്യൂബേഴ്സ് പൊട്ടറ്റോയിൽ പ്രൊപ്പഗേഷൻ നടക്കുന്നത് ട്യൂബേഴ്സ് യൂസ് ചെയ്തുകൊണ്ടാണ്. ദെൻ റൈസോം ആയിരുന്നു സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ. റൈസോം ആണെങ്കിൽ ജിഞ്ചറും ടർമറിക്കും ഒക്കെയാണ്. ദെൻ നമ്മൾ ട്യൂബറസ് റൂട്ട് പറഞ്ഞു. സ്വീറ്റ് പൊട്ടറ്റോയിൽ പ്രൊപ്പഗേഷൻ നടക്കുന്നത് ട്യൂബേഴ്സ് സ്ട്രക്ചർ ഉപയോഗിച്ചിട്ടാണ്. ദെൻ സ്ട്രോബെറിയിൽ റണ്ണേഴ്സ് ആയിരുന്നു. ഇത്രയാണ് മെയിനായിട്ടുള്ള പ്രൊപ്പഗേറ്റിംഗ് സ്ട്രക്ചേഴ്സ്. ഇത് കൂടാതെ ചില പ്ലാന്റുകളിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് 3 സ്ട്രക്ചറും കൂടിയുണ്ട്. ഏതൊക്കെയായിരുന്നു? സ്റ്റോളന്, ഓഫ്സെറ്റ് ആൻഡ് സക്കേഴ്സ്. അതിൽ കറി ലീഫൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് സക്കേഴ്സ് യൂസ് ചെയ്തുകൊണ്ടും, പിന്നെന്തായിരുന്നു? പൈനാപ്പിളൊക്കെ ആണെങ്കിൽ നമ്മുടെ ഓഫ്സെറ്റ് യൂസ് ചെയ്തുകൊണ്ടുമാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് നാച്ചുറൽ ആയിട്ടുള്ള വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.